welcome to a new video. In this video, we are going to learn about Hive. Okay. കുറേ ആളുകൾ ഡിമാൻഡ് ചെയ്ത വീഡിയോ ആണ് ഹൈവ് ചെയ്യണമെന്നുമായിട്ട്. ഓക്കെ, സോ ആസ് ഓൾവേസ് നമ്മൾ നേരെ കോഡ് എഴുതുന്നില്ല. എന്താണ് ലോക്കൽ സ്റ്റോറേജ് എന്നും അല്ലെങ്കിൽ ഹൈവ് എന്താണ്, അതിലെ കൺസെപ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ മൈ നോട്ട് പാഡ്. Okay, what is Hive? You may heard about Hive. Actually, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. അത് മേ ബി ഡാറ്റാബേസിലാവും, അതല്ലെങ്കിൽ റിമോട്ട് ഡാറ്റാബേസിലാവും, മേ ബി നമുക്ക് ലോക്കലി സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ലോക്കലി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് ലോക്കലി സ്റ്റോർ ചെയ്യാം. അതിൽ നമുക്ക് വാട്ട് ഈസ് ഷെയർഡ് പ്രിഫറൻസസിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ SQF ലൈറ്റ് DB RDBMS നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഓർ യു ക്യാൻ യൂസ് ഹൈവ്. ഓക്കെ, ഹൈവ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ദർ ആർ ന്യൂമറസ് വേ ടു സ്റ്റോർ ഡാറ്റ ലോക്കലി. ദെൻ ഹൈവ് ഈസ് ആക്ച്വലി എ ലൈറ്റ് വെയ്റ്റ് NoSQL കീ വാല്യൂ ബേസ്ഡ് ഡാറ്റാബേസ് ആണ്. അതായത് ഹൈവ് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി NoSQL or NoSQL, and we are not going to use SQL for querying data. Data manipulation വേണ്ടിയും അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ എന്തല്ല ഉപയോഗിക്കുന്നത്, NoSQL ആണ്. അതായത് SQL അല്ല ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് എന്തല്ല, റിലേഷണൽ DB അല്ല, റിലേഷണൽ ഡാറ്റാബേസ് മോഡലല്ല. ദിസ് ആക്ച്വലി ഡോക്യുമെന്റ് മോഡലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്തിലല്ല, ടേബിൾസിലല്ല നമ്മൾ ആക്ച്വലി ഡാറ്റ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ദെൻ കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീ വാല്യൂ പെയർ ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ RDBMS ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ടു ഡു ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഒരു ടു ഡുവിന് ടൈറ്റിൽ ഉണ്ട്, ദെൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, then you have something called status എന്നുണ്ട്. ഇത്രയും കാര്യമുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, you have an ID. ആൻഡ് ഇത് RDBMS ആണ് നമ്മൾ ടേബിളിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, ID1 ആൻഡ് ഫസ്റ്റ് ടു ഡു എന്ന് പറയുന്നത് you have task 1, then you have description for task 1, then ഈ ടാസ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, you have ടാസ്ക് 1 ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ആയോ അല്ല എന്നുള്ള കാര്യം എന്തുണ്ടായിരിക്കും, നമ്മൾ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. സ്റ്റാറ്റസ് ക്യാൻ ബി എനിത്തിങ്. സോ ഐ എം ഗോയിങ് ടു യൂസ് ഇൻറ്റീജർ. സ്റ്റാറ്റസ് 1 ആണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, വി സ്റ്റോർ ഡാറ്റ. പക്ഷേ ഇതേ കാര്യം ഒരു NoSQL DBയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഡോക്യുമെന്റ് മോഡലിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, വി ജസ്റ്റ് ക്രിയേറ്റഡ് എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഡോക്യുമെന്റിനകത്ത് എന്തുണ്ടായിരിക്കും, കീ വാല്യൂ പെയർ ആയിട്ട്. ദാറ്റ് മീൻസ് ടൈറ്റിൽ എന്നൊരു കീ ഉണ്ടായിരിക്കും. ആ കീനൊക്കെ അഗനിസ്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും, യുവർ ടൈറ്റിൽ. ദാറ്റ് ഈസ് ആക്ച്വലി ടാസ്ക് 1. ഓക്കെ, ആൻഡ് ടൈറ്റിൽ എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഗിവ് ദ ടൈറ്റിൽ ആ സ്ട്രിങ്. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കും, അടുത്തത് നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക, ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ കീക്ക് അഗനിസ്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും, യു ഹാവ് എ വാല്യൂ. ദാറ്റ് ഈസ് ടാസ്ക് 1 ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാറ്റസ് ആണെങ്കിൽ കീ ഉണ്ടായിരിക്കും. ദെൻ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്, ഇവിടെ 1 കൊടുത്തു. ഈ രീതിയിലായിരിക്കും എന്ത് ഡാറ്റ സ്റ്റോർ. ദിസ് ഇസ് ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദാറ്റ് ഡാറ്റാബേസ്. ഇനി അടുത്ത ടു ഡു വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ടു ഡു വരുമ്പോൾ എന്തായിരിക്കും, ഇതേപോലെ വേറൊരു ഡോക്യുമെന്റ് ഉണ്ടാവും. യു ഹാവ് അനദർ ഡോക്യുമെന്റ്, 1 more ഡോക്യുമെന്റ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി സ്റ്റോറിങ് ഡാറ്റ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നു. ഒന്ന് റിലേഷണൽ ഡാറ്റാബേസ് ആണ്, മറ്റേത് NoSQL മോഡലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൈവ് എന്ന് പറയുന്നത്, ഹൈവ് ഇസ് ആക്ച്വലി ലൈറ്റ് വെയ്റ്റ്, വെരി സിമ്പിൾ ടു യൂസ് ആണ്. ഹെക്ടിക് ആയിട്ടുള്ള റിലേഷൻസ് ഒന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് വി ആർ യൂസിങ് ആക്ച്വലി എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, ഈ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂമറസ് റിലേഷൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓഫ്ലൈൻ. യു ക്യാൻ യൂസ് ഓഫ്ലൈൻ ഡാറ്റ, അല്ലെങ്കിൽ ഓഫ്ലൈൻ പർപ്പസിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഓഫ്ലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇൻ ഹൈവിനകത്ത് ആക്ച്വലി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൈവ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് inside a box, and we are storing data actually
ഇൻസൈഡ്, അല്ലെങ്കിൽ ഹൈവിനകത്ത് ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻസൈഡ് ബോക്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? വാട്ട് ആർ ബോക്സസ്? ദിസ് ബോക്സസ് ആക്ച്വലി നേരത്തെ പറഞ്ഞ ഈ ബോക്സിനകത്തായിരിക്കും എന്തുണ്ടാവുക? യുവർ കീ വാല്യൂ പെയർസ് ഉണ്ടാക്കുക. അപ്പോൾ ഹൈവ് സ്റ്റോർസ് ഡാറ്റ ഇൻ ബോക്സസ് ദാറ്റ് കണ്ടെയ്ൻസ് കീ വാല്യൂ സെറ്റ്സ്. കീ വാല്യൂ സെറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, യു ഹാവ് എ കീ വാല്യൂ സെറ്റ്, ദെൻ അനദർ കീ വാല്യൂ സെറ്റ്, then you have another key value set. ഇതേപോലെ ഒരു ബോക്സിനകത്ത് എന്തുണ്ടായിരിക്കും? യു ഹാവ് ഡാറ്റ. സി എ സിംഗിൾ ഒരു ബോക്സ് ആയിരിക്കില്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡാറ്റ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് യു ഹാവ് ടു ഓപ്പൺ എ ബോക്സ്, ഓർ യു മസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് എ ബോക്സ്. ദെൻ ഇൻസൈഡ് ദാറ്റ് ബോക്സിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ആക്ച്വലി സ്റ്റോറിങ് ഡാറ്റ. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ട കാര്യം, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ ബോക്സിൻ്റെ ഉള്ളിലേക്കായിരിക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യു നീഡ് ടു ക്രിയേറ്റ് എ ബോക്സ് ഓർ ഓപ്പൺ എ ബോക്സ് എന്ന് പറയാം. ഓപ്പൺ എ ബോക്സ്. ഓക്കെ, ദെൻ ആ ബോക്സിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കും. ദെൻ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാം. ദെൻ യു ഹാവ് ടു ക്ലോസ് ദ ബോക്സ്. ആഫ്റ്റർ യുവർ യൂസേജ് യു ഹാവ് ടു ക്ലോസ് ദ ബോക്സ്. ഓക്കെ, ആൻഡ് ഇതിനൊക്കെ എന്തുണ്ട്? ഈ ഹൈവ് എന്ന് പറയുന്ന പാക്കേജിനകത്ത് നമുക്ക് പാക്കേജ് വേണം. അതിനകത്ത് ഹൈവ് എന്നുള്ള പാക്കേജ് ഉണ്ട്, ആൻഡ് hive_flutter എന്നുള്ള പാക്കേജ് ഉണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? ഓൾ ദീസ് കണ്ടെയ്ൻസ് മെത്തേഡ്സ്. ഇതിനകത്ത് എന്ത് അവൈലബിൾ ആണ്? ഈ ബോക്സ് ഓപ്പൺ ചെയ്യാനും അതേപോലെ ക്ലോസ് ചെയ്യാനും ഡാറ്റ അതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള മെത്തേഡ്സ് എന്താണ്? അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇനി ഡാറ്റ അതൊന്ന് റീഡ് ചെയ്യാം, അതിനുള്ള മെത്തേഡ് എന്തുണ്ട്? അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഈ പ്രോസസ് ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിത് ചെയ്തു നോക്കും എങ്ങനെയാണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് സിമ്പിൾ കീ വാല്യൂ പെയർ അല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യണം. എനിക്ക് എന്തുണ്ട്? എനിക്ക് എൻ്റെ നെയിം സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ നെയിം എന്നൊരു കീ ഉണ്ടാക്കി ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒരു സെറ്റ് ആഡ് ചെയ്യാണ്. നെയിം എന്നൊരു കീ ഉണ്ടാക്കി, ദെൻ അതിലേക്ക് എൻ്റെ പേര് എന്ത് ചെയ്യാണ്? ഞാൻ ആഡ് ചെയ്യാണ്. ദിസ് ഇസ് ജസ്റ്റ് എ സിമ്പിൾ കീ വാല്യൂ പെയർ. ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് അനദർ നെയിം, അനദർ കീ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? ഏജ് എന്നൊരു കീ ഉണ്ടാക്കി എനിക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ആഡ് വാല്യൂ. പക്ഷേ സംടൈംസ് നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള മോഡൽസ് എന്ത് ചെയ്യേണ്ടി വരും ഇതിനകത്തേക്ക്. അല്ലെങ്കിൽ നമ്മളെ ഡാറ്റ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് സ്ട്രിങ്, ഇൻഡ്, മാപ്പ്, ലിസ്റ്റ് അങ്ങനത്തെ കാര്യമൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമുക്ക് സംടൈംസ് എന്ത് വേണ്ടി വരും? വി നീഡ് ടു സ്റ്റോർ മോർ കോംപ്ലക്സ് ഡാറ്റ. ലൈക്ക് ഇപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ് മോഡൽ ഉണ്ട്. You have to store an instance of this student model into your DB-യിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ ഹൈവിലേക്ക് നമുക്ക് ഈ സ്റ്റുഡൻറ് മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതും നമുക്ക് പോസിബിൾ ആണ്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ടൈപ്പ് അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾ വരുന്നത്. ടൈപ്പ് അഡാപ്റ്റേഴ്സ്. ഓക്കെ, വിൽ ഡിസ്കസ് ദിസ്. നമ്മൾ ഇതിൻ്റെയൊക്കെ കോഡ് എഴുതും. ടൈപ്പ് അഡാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് അഡാപ്റ്റേഴ്സ് ആക്ച്വലി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ടൈപ്പ് അഡാപ്റ്റേഴ്സ് ചെയ്യുന്നത് എന്തായിരിക്കും ആക്ച്വലി ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒബ്ജക്റ്റിനെ, അതായത് സിംപിളി പറഞ്ഞാൽ നമ്മൾ എഴുതിയ ഈ മോഡലിനെ എടുത്തിട്ട് എന്താക്കി മാറ്റും? ഈ ഹൈവിലേക്ക് എന്ത് ചെയ്യും? എക്സാക്ട്ലി ഇങ്ങനെ പറയാം, മോഡലിനെ എന്താക്കി മാറ്റും? ബൈനറി ഫോമിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഇതാണ് ടൈപ്പ് അഡാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? നോർമലി ചെയ്യുന്നത്. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവിൽ ടൈപ്പ് അഡാപ്റ്റേഴ്സ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഒരു ടു ഡു മോഡൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടു ഡു മോഡൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ് മോഡൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള മോഡലിനെ, ഈ ഒബ്ജക്റ്റിനെ എന്താക്കി മാറ്റണം? ഹൈവിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുക? ഈ ടു ഡു മോഡലിന്റെ ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ടു ഡു മോഡൽ ഒരു ഒബ്ജക്റ്റാണ് ടു ഡു എന്ന് വിചാരിക്കുക. ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഹൈവിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഇതാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്? ഈ ടൈപ്പ് അഡാപ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സീരിയലൈസ് ചെയ്യാന്ന് പറയാം. സീരിയലൈസ് ചെയ്യുന്നു. ദെൻ അതായത് ആക്ച്വലി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് ആക്ച്വലി എന്ത് ചെയ്യും? സീരിയലൈസ് ചെയ്യും. സീരിയലൈസ് ആൻഡ് ഫോർഗീവ് മൈ സ്പെല്ലിംഗ്. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് സം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സീരിയലൈസ്. ഓക്കെ, ലെറ്റ് മീ കറക്റ്റ് ദാറ്റ്.
സീരിയലൈസ് ദെൻ ഡീസീരിയലൈസ് എന്ത് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഹൈവ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് അഡാപ്റ്റേഴ്സ് എന്തായിരിക്കും ചെയ്യുന്നത്, സീരിയലൈസേഷൻ ചെയ്യും, ഡീസീരിയലൈസേഷൻ ചെയ്യും, ഒപ്റ്റിമൈസ് ചെയ്യും. ടൈപ്പ് അഡാപ്റ്റേഴ്സ് ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ പെർഫോമൻസ് ആണ്. ദെൻ അതായത് നമ്മളുടെ ഈ ഡാറ്റയുടെ ഒരു കോമ്പാക്ട് റെപ്രസെൻറ്റേഷൻ എവിടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഡാറ്റാബേസിൽ കൊണ്ടുവിടും. ദെൻ യു ക്യാൻ വേർഷനൈസ് ദ ഡാറ്റ. അങ്ങനെ കുറേ ഫംഗ്ഷനാലിറ്റികളുണ്ട് ടൈപ്പ് അഡാപ്റ്റേഴ്സിന്. ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദ ഇംപ്ലിമെൻറ്റേഷൻ സൈഡ്. നമ്മളിതിൻ്റെ കോഡ് എഴുതും. അപ്പോൾ ടൈപ്പ് അഡാപ്റ്റേഴ്സ് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് മോഡലൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, യു നീഡ് ടു ഹാവ് സം ടൈപ്പ് അഡാപ്റ്റേഴ്സ്. ദെൻ അപ്പോൾ ടൈപ്പ് അഡാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ഫസ്റ്റ് യു ഹാവ് ടു രജിസ്റ്റർ ദ ടൈപ്പ് അഡാപ്റ്റേഴ്സ്. ദെൻ ടൈപ്പ് അഡാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, അഡാപ്റ്ററിൻ്റെ ഈ ഇൻസ്റ്റൻസിൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റൻസ് ഓഫ് ആൻ അഡാപ്റ്റർ വിത്ത് എ ടൈപ്പ് ഐ ഡി, ഒരു ടൈപ്പ് ഐ ഡി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഡോണ്ട് വറി, ഐ വിൽ ഷോ യു ഹൗ ടു കോഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കാര്യം പറഞ്ഞു, വാട്ട് ഈസ് ഹൈവ് ആൻഡ് ഹൗ, വാട്ട് ആർ ബോക്സസ്, വാട്ട് ആർ ടൈപ്പ് അഡാപ്റ്റേഴ്സ്. ഇതാണ് നമ്മളുടെ എന്ത്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഹൈവിലുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, എന്തുകൊണ്ടാണ് ഹൈവ് ഉപയോഗിക്കുന്നത്. ഹൈവ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, ഡാറ്റ എഫിഷ്യൻ്റ് ആണ്. ഇൻ ടേംസ് ഓഫ് സ്പീഡ് ആൻഡ് പെർഫോമൻസ് എന്താണ്, ഇത് എഫിഷ്യൻ്റ് ആണ്. ദെൻ നമുക്ക് ക്രെഡ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോംപ്ലക്സ് ക്വറീസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സ്ട്രോങ് എൻക്രിപ്ഷൻ ഉണ്ട്. നാറ്റീവ് ഡിപ്പെൻഡൻസി കുറവാണ്. അതായത് നമുക്ക് നമ്മളുടെ നാറ്റീവ് ഡിപ്പെൻഡൻസീസ് എന്തില്ല, അതിനകത്ത് എന്തില്ല, നോ നാറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയാം. ദെൻ എപ്പോഴായിരിക്കും നമുക്ക് ഹൈവ് ഉപയോഗിക്കേണ്ടി വരിക, അതിൻ്റെ സെനാരിയോസ് ഏതൊക്കെ. ഇപ്പോൾ നമുക്ക് കാർട്ട് കണ്ടന്റ് സ്റ്റോർ ചെയ്യണം, വ്ളോഗ്സ് ആൻഡ് ആർട്ടിക്കിൾസ്, മെസ്സേജ് സ്റ്റോർ ചെയ്യണം, ദെൻ സെഷൻസ് സ്റ്റോർ ചെയ്യണം. അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഹൈവ് ഉപയോഗിക്കാം. അപ്പോൾ ഹൈവ് എപ്പോഴായിരിക്കും നമ്മൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, നിങ്ങൾക്ക് കോംപ്ലക്സ് റിലേഷൻസിലുള്ള ഡാറ്റ ആണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഹൈവ് ഇസ് നോട്ട് എ ഗുഡ് ചോയ്സ്. യു ഹാവ് ടു ഗോ ഫോർ റിലേഷണൽ DB. റിലേഷണൽ ഡാറ്റാബേസിലേക്ക് തന്നെ പോകുന്നതായിരിക്കും എന്ത് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈവ് എപ്പോഴായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഈ ഇത്തരം പേർപ്പസുകളിൽ. പിന്നെ നമുക്ക് കോംപ്ലക്സ് റിലേഷൻസ് ഇല്ലാത്ത കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are actually using Hive. Okay, I think you got an introduction about what is Hive. Then next നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ആപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി, എന്താണ് ഹൈവ് എന്നും ഹൈവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നൊക്കെ. നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് മീ ക്ലോസ് എവറിത്തിങ്. ഓക്കെ, ആൻഡ് take the Android Studio. I'm using Android Studio. Okay, and inside the Android Studio, let me create a new Flutter project. Okay, and the project name is Hive Demo, and I don't need Windows and Web. Next, okay, then create. Okay, my Flutter project is created. Then let me make it to dark mode first. Okay, go to appearance and behavior, appearance, and this should be dark. Okay, and first of all we need to add the dependencies. Actually we need dependencies like you need to add Hive Flutter. So go to your dependency section, then add Hive Flutter, or you can add it from the terminal. And I'm going to use the terminal. You can use flutter pub add hive_flutter. Okay, this is the package we need. Okay, then this will automatically add that package here, and I need 2 more packages. Okay, and that package is one is called Hive generator, other one is called build runner, because we are going to generate some classes, and you already know what is that. You can generate dot classes using build runner. So I just add that in
dev dependencies, because we don't need this in production. So that's why I added that in dev dependency, and go and propagate it. Okay, now your dependencies is complete. Now let's create some folders inside your lib. I'm going to create a new folder called screens. Okay, and I need a models folder, new directory called models. Okay, and I need one folder for service. Okay, and inside the models folder we are going to create a model, and that is to do underscore model. Okay, and actually our to do, he has got a title. Okay, you need a title for the to do, then you need a description, then actually we need one more field called completed, and you need one thing called created it. Okay, these are the fields we need. So we have to create a class. Okay, you know how to create a class, but this time the difference is that actually we need to create an adapter, and that will automatically convert that into your Hive representation. So let's create something called, I'm going to create a class to do. Okay, to do, this is a class. Then actually I need this as what we need to convert this into a Hive representation. So let's do something like you have to import part. Okay, then I'm going to have to do underscore model dot g dot dot. Okay, I'll explain what is this. Then I'm going to have some decorators here at Hive type. Okay, and you have to keep a type ID, that is I'm going to give it as 0. Then you can define your fields, and we are going to define Hive field. Okay, and the index is 0. Then the field late string title. Okay, and you have to create other fields also, and you can use at Hive. It's Hive type, and the type, it's actually Hive field, not type. At Hive type. Okay, and your Hive, again I typed Hive field. Then the index is 1. Then that is late string description. Okay, then we have 2 more fields, and let me copy this thing, and I'm going to copy this 2 more times, and this should be 2, and this is actually of type date time. So I'm going to create a type date time, created it. Okay, and I need one more time. Okay, and this is 3, and you have to create all the fields, how many fields you have in your model, and then you need this to be a bool variable, and this is a bool, and we are going to check completed. Okay, and these are the fields, and write the constructor for this thing, and the class name is to do. Then you can pass the fields. I'm going to pass required this dot title comma required this dot description comma required this dot created it, and everything is required this dot, because we declared it as everything as late fields, then completed. Okay, and this is your class. Okay, now obviously you have an error here, and let's check what is this part. Okay, part is actually I'll explain what is that. And we just created
a class called to do with Hive representation. Okay, and you know what is type adapter, and let me explain what is that part. Okay, part is a directive in Dart. It is used to specify that this content of the file are part of another file, and that is actually part. And I'll copy that definition here. Then you can read it clearly. Okay, and this is what is part means. Okay, let me comment this. See, the line part to do model g.dart is a directive in Dart used to specify that the contents of the file are part of another file, and in this case it is used in conjunction with the code generation. See, we are going to automatically generate some code, and actually we are going to generate a file called to do model, and this file is part of that is actually it means. Okay, and this file actually contains the to do model class, and it also includes a path directive indicating that additional code related to the to do class is found in another file. That is actually it means. അതായത് ഈ ഫയലിൽ വി ഡിഫൈൻഡ് എ ക്ലാസ്, ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഫയൽസ് ഒക്കെ ആൻഡ് സം അതർ ഫയലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഹൈവ് ഇത് ജനറേറ്റ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് കമാൻഡ്സ് ഉണ്ട് റൺ ചെയ്യാൻ വേണ്ടി. ഐ വിൽ ഷോ യു. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഈ ഹൈവ് ജനറേറ്ററും ബിൽഡ് റണ്ണറും എന്ത് ചെയ്ത് നമ്മൾ add ചെയ്തത്. So let's generate that file. Okay, and for generating that file you have to run a code like this. I'll show you what is a code. Okay, go to your terminal, then type the command dot run build runner build. Okay, and this will generate a file. Okay, let's wait for it to complete. Then after this you will get that file generated. Okay, okay, I think we have an error. Expected to find a curly brace. Whoa. Okay, and I just put a unwanted semicolon here. Okay, let's run it again. Okay, and okay, now you can see you have a file generated here, and this is actually your adapter. Okay, you can write this file manually, but that is a hectic task, and we use this Hive generator and build runner to generate automatically this adapter. This is your adapter, and you can write this adapter your own, or you can manually write this, but that may be error prone. That's why we are using this generator. So you successfully generated a type adapter. Okay, and you know what is type adapter. Type adapter will convert your object into Hive representation. Okay, and ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും, നമുക്ക് ഇതിൻ്റെ UI ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീൻസിൽ വന്നിട്ട്, and I'm going to create a new dot file, and that is called you can call this as home page. Okay, or to do home underscore page. Okay, and ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം, you need to show all the to do's. Okay, then you have provision to add new to do. പുതിയ to do add ചെയ്യാൻ പറ്റണം, and you need to edit the to do, and some to do's എന്ത് ചെയ്യണം, mark as completed ചെയ്യണം, mark as completed. So we have to create you have to get all to do's from your Hive. Okay, to show
show the to-dos. Okay, then you have to add a to-do. പുതിയ to-do ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുതിയ to-do add ചെയ്യാം. These are the functionalities we need to implement inside your home page. So let's do that. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു UI ബിൽഡ് ചെയ്യണം. ആ UIയിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് ഒരു സ്കഫോൾഡ് അത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും. സോ ലെറ്റ്സ് ക്രിയേറ്റ് that thing, import material. Then this should be a stateful class. I'm going to create a stateful class that is called to do screen no അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് I'm going to create a stateful class that is called to do screen. Okay, then ഇവിടെ നമ്മൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, that is a scaffold. Okay, then ഈ സ്കഫോൾഡിനകത്ത് സ്കഫോൾഡിന്റെ ബോഡി എന്ന് പറയുന്നത് scaffold. Okay, let's come inside this. Body is actually a container. Let me add a container. Then height, I'm going to give the maximum possible height, and width is infinity. Then the child എന്ന് പറയുന്നത്, and you have to add a list view dot builder. Okay, you know what is builder. If anybody doesn't know what is actually builder, go and watch my video about list view builder, and I have already explained what is that. And it has two parameters, index and context. Okay, first parameter is context and the next parameter is index, and this is going to return. Okay, put a semicolon here. Okay, that's okay. Then this is going to return, I need a list tile, and list tile നമുക്കറിയാം list tile എന്ന് പറയുന്ന വിഡ്ജറ്റ് ടൈറ്റിൽ ഉണ്ട്. Then as the title I need to show the text, and manually ഞാൻ അവിടെ എഴുതുകയാണ്, that should be to do title. Then the subtitle is actually subtitle എന്ന് പറയുന്നത് again a text widget ആണ്, that is to do description. Okay, and you need a trailing, and I'm going to add a checkbox as my trailing. Okay, then നമുക്കൊരു മാർക്ക് ചെയ്യണം, അതായത് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ട്രെയിലിങ്ങിൽ ഐ എം ഗോയിങ് ടു ആഡ് എ ചെക്ക് ബോക്സിൽ ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ചെക്ക് ബോക്സ് ഇപ്പോൾ മാനുവലി നമുക്ക് ആഡ് ചെയ്യാം. ചെക്ക് ബോക്സിന് എന്തുണ്ട്, ചെക്ക് ബോക്സിന് വാല്യൂ പാരാമീറ്റർ ഉണ്ട്. വാല്യൂ ഇസ് ഐദർ എ ട്രൂ ഓർ ഫോൾസ്, ആൻഡ് ഓൺ ചേഞ്ച് എന്ന പാരാമീറ്റർ ഉണ്ട്, ഓൺ ചേഞ്ച്, ദാറ്റ് ഈസ് എ ഫങ്ഷൻ, and you can pass the value here. Then on change ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും, ഇത് ചേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, ഇത് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ്, ഞാൻ സെറ്റ് സ്റ്റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സെറ്റ് സ്റ്റേറ്റിനകത്ത് എന്ത് ചെയ്യണം, യു നീഡ് ടു റൈറ്റ് ദ ലോജിക്, ഓർ ആഫ്റ്റർ റണ്ണിങ് ദ ലോജിക് യു ഹാവ് ടു, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ വാല്യൂ ടോഗിൾ ചെയ്യിക്കണം. എന്നുവെച്ചാൽ ടിക്ക് ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ടിക്ക് പോകണം. അതനുസരിച്ച് എന്ത് ചെയ്യണം, വി നീഡ് ടു അപ്ഡേറ്റ് ദ ഹൈവ് ഡി ബി എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യും വേണം. ഇതാണ് നമുക്ക് എഴുതേണ്ട ലോജിക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും, ഇതിനകത്ത് ഈ ലിസ്റ്റ് ടൈലിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരണം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, യു നീഡ് ടു ഷോ എഡിറ്റ് ഡയലോഗ്. ഓക്കെ, എഡിറ്റ് ഒരു ഡയലോഗ് ബോക്സ് വേണം, അതിനകത്ത് നമ്മളുടെ ഈ ടു ഡു ഫിൽ ചെയ്ത് വരണം. ഇതാണ് നമ്മളുടെ UI എന്ന് പറയുന്നത്. ആൻഡ് ഐ എം ഗോയിങ് ടു ആഡ് ഐറ്റം കൗണ്ട് ഹിയർ മാനുവലി. ഇപ്പോൾ ഐറ്റം കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ 5 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ടു ഡൂസ് ഇവിടെ എന്തുണ്ടായിരിക്കും, ലിസ്റ്റ് ചെയ്ത് വരും. ആൻഡ് ലെറ്റ് മീ റൺ ദിസ്. ഓക്കെ, ഞാനിതെൻ്റെ എമുലേറ്ററിൽ നിന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ടീക്സ് കൂടി ഇതിനകത്ത് വരാം. ഐ എം ഗോയിങ് ടു വരുത്താം. ഐ എം ഗോയിങ് ടു ഹാവ് എ പാഡിങ് എഡ്ജ് ഇൻസെക്ട് ഓൾ എന്ന് പറയുന്നത് 20. And let me add an app bar, otherwise this should not be in the safe area. So app bar. Okay, now we have to do's like this. Okay, and this is a to do list. Let me reload this thing. Okay, ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, റണ്ണായി വരട്ടെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ വേണ്ടി വരും.
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് പുതിയ ടു ഡു ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരണം. അപ്പോൾ ലെറ്റ് മീ ആഡ് എ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. ആൻഡ് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിലേക്ക് നമ്മൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്തു. ഇവിടെ ഓൺ പ്രസ്ഡ് ഉണ്ട്. എല്ലാ ബട്ടണും ഓൺ പ്രസ് ഈവൻറ്റ് മാൻഡേറ്ററി ആണ്. ദെൻ ദ ചൈൽഡ് ഈസ് ആക്ച്വലി icons dot add. ഓക്കെ, ഇവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്? വി നീഡ് ടു ട്രിഗർ ദ dialog for adding a to do. പുതിയ to do ആഡ് ചെയ്യാനുള്ള ഡയലോഗ് എന്ത് ചെയ്യണം? ഇവിടെ വരണം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഐ എം ഗോയിങ് ടു കോൾ സംതിങ് കോൾ എ ഷോ ഡയലോഗ്. That should be a future void. Let me have this private function show dialog, show add dialog, because നമുക്ക് എഡിറ്റ് ഡയലോഗ് വേറുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ഡയലോഗ് എന്ന് കൊടുത്തു. ദെൻ അസിൻക്രണസ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഇവിടെ എന്ത് ചെയ്യണം? വി ആർ await for ഷോ ഡയലോഗ്. ഓക്കെ, ഷോ ഡയലോഗ് നമുക്കറിയാം. ഷോ ഡയലോഗിൽ എന്തുണ്ടായിരിക്കും? ഷോ ഡയലോഗിൽ കോൺടെക്സ്റ്റ് ഉണ്ട്. ദെൻ യു ഹാവ് ദ ബിൽഡർ. ഓക്കെ, ബിൽഡറിലേക്ക് നമുക്ക് എന്ത് പാസ് ചെയ്യാം? അഗെയിൻ ഞാൻ കോൺടെക്സ്റ്റ് പാസ് ചെയ്തു. ദെൻ ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ an alert dialog. ഓക്കെ, ദെൻ അലേർട്ട് ഡയലോഗിന് എന്തുണ്ട്? കണ്ടന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ ഞാനൊരു കണ്ടെയ്നർ ആഡ് ചെയ്യാണ്. കണ്ടെയ്നർ and the child is actually a column and the children. And ഇവിടെയാണ് നമുക്ക് എന്ത് ആഡ് ചെയ്യേണ്ടത്? we need to add the text form fields or text fields. Let me add a text field. Okay, and if you want validation you can add text form field, and two text form fields നമുക്ക് വേണം. ഒന്ന് ടൈറ്റിൽ ആഡ് ചെയ്യാനും വേറൊന്ന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. and you need buttons. ഇതിനകത്ത് എന്ത് വേണം? ബട്ടൺസ് വേണം. ഏതൊക്കെ ബട്ടൺ വേണ്ടി വരും? ഒന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ, വേറൊന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ. സോ അപ്പോൾ അലേർട്ട് ഡയലോഗിന് എന്തുണ്ട്? ആക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. യു ക്യാൻ റൈറ്റ് ആൻ ആക്ഷൻ ഹിയർ ആൻഡ് ഐ എം ഗോയിങ് ടു ആഡ് ആൻ എലവേറ്റഡ് ബട്ടൺ ഹിയർ, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി add, and I need one more elevator button that is for cancel. Okay, and put a comma here. Okay, let me stop this. Actually it's not running. And ഞാൻ ഒന്നുകൂടി റൺ ചെയ്യാൻ കൊടുത്തു. ആൻഡ് ഇനി നമുക്ക് എന്ത് വേണം? കൺട്രോളേഴ്സ് വേണം. ടെക്സ്റ്റ് ഫീൽഡിൽ ടൈറ്റിൽ കൺട്രോളർ വേണം, ഡിസ്ക്രിപ്ഷൻ കൺട്രോളർ വേണം. സോ ലെറ്റ്സ് ഡിഫൈൻ ദാറ്റ് കൺട്രോളേഴ്സ്. കൺട്രോളർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കം ടു ദ ടോപ്പ് ഓഫ് ദിസ് തിങ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? യു ക്യാൻ റൈറ്റ് ദ കൺട്രോളേഴ്സ് ഹിയർ. ഓക്കെ, ആൻഡ് യു നോ വാട്ട് ഈസ് എ കൺട്രോളർ? ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളേഴ്സ് ആണ്. ആൻഡ് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആൻഡ് ഫൈനൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ അണ്ടർസ്കോർ ടൈറ്റിൽ കൺട്രോളർ ഈക്വൽ ടു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. ഓക്കെ, ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം വേണം. ഒന്നുകൂടി വേണ്ടേ? ദാറ്റ് ഈസ് ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ കൺട്രോളർ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ കൺട്രോളർ. ആൻഡ് these are the controllers actually we need. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഇനീഷ്യലി ഈ പേജ് ലോഡായി വരുമ്പോൾ ഹൈവിൽ നിന്നും ഓൾ ദ ടു ഡൂസ് എടുത്ത് ഇവിടെ കാണിക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആപ്പ് ഇവിടെ റണ്ണായി വന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് UI എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ടു ഡു ആഡ് ചെയ്യാനുള്ള പേജ് വരണം. ഓൾ ദ ടു ഡൂസ് ഇവിടെ ലിസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്താണ്. നമ്മൾ എന്ത് ചെയ്യും? ലെറ്റർ അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഗോ ടു യുവർ ടു ഡു ഹോം പേജ്. ദെൻ നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ ആരെ കോൾ ചെയ്യാം? അണ്ടർസ്കോർ യുവർ ഷോ ഡയലോഗിനെ കോൾ ചെയ്തു. Okay, put a semicolon and save this, and if I click here and you'll get a show dialog. And അതൊരു ബിഗർ ബോക്സ് ആയിട്ടാണ് വന്നത്. അതിന് കാരണം എന്തായിരിക്കും? നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല? ഹൈറ്റ് കൊടുത്തില്ല. ഐ നീഡ് എ 300 ഹൈറ്റ്. ഓക്കെ, ആൻഡ് കം ഹിയർ. നൗ യു ഹാവ് എ ബോക്സ് ഹിയർ. ആക്ച്വലി ഐ ഡോണ്ട് നീഡ് that much height. Okay, then save that
click here once again, save that, and now you have a box here. ഇനി നമുക്ക് എന്ത് വരണം? ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് എന്ത് വരണം? ഈ ഹിൻഡ് ടെക്സ്റ്റ് അങ്ങനത്തെ കാര്യം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ പ്രോപ്പർട്ടിയെ കോൾ ചെയ്യാം, input decoration, and you can give a hint text, and this is for title. Okay, and save that. Now click here. Now you have title. Then let me copy this thing and paste it again here, and this should be description. Okay, now you have hint text here, and if you want space between this thing, and you can provide a sized box because we are inside a column, height of 20. Okay, then you'll get a gap between these two things, and I need a main axis alignment of center. Okay, now everything is properly aligned. Now you got you have a property called title for this thing, alert dialog, and you can add that title here. And title is actually, and you can check what is the type. Title is actually a widget, so you can pass a title here, new task, or you can have add new task, and save this. Come here, and you have add new task here, and actually let me refresh this. Add new task. ഇനി നമുക്ക് controllers assign ചെയ്യണം, and we already defined the controllers here. Okay, and come down, assign that controllers inside your fields, text form field controller, and this is title controller, and this is actually controller, description controller. Okay, now you have controllers. Okay, and let me toggle this button, and actually I need like this, the column. Okay, now you have add here. Okay, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്ക് എന്ത് വേണം? നമുക്കിതിൽ നമ്മളുടെ ഹൈവുമായിട്ട് എന്ത് ചെയ്യണം? ഹൈവിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈവിനകത്ത് എന്ത് ചെയ്യണം? യു നീഡ് ടു ഇനീഷ്യലി ഓപ്പൺ എ ബോക്സ്. സോ കം ടു യുവർ main.dot file. main.dot lo vannitte, and make your main function an async function. Then after that you need to await for your hive. So you can call hive dot init flutter. Okay, then you need to register your adapter here. So come here, hive dot register adapter, and this is expecting your adapter name. We already created that adapter here. This is your adapter, and this is called I think this is called to do adapter. Okay, you can copy this thing, then come here and paste it here, and you need to import that and put a semicolon here. Okay, and this is actually a class name, so you need to put a bracket here. Then come here. Okay, now your adapter. Then you need to open a box. For that you can call await your to do service. Actually we haven't write the to do service. We are going to write that service soon. To do service. Okay, to do service dot your open box. Okay, we haven't written this, so let me comment this out here. Okay, and now we are going to create that service. So come to your service folder, create a new file called to do underscore service. Okay, then ഈ ടു ഡു സർവീസിനുള്ളിൽ നമ്മൾ എന്തായിരിക്കും എഴുതുന്നത്? നമുക്ക് ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഇതിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ടു ഡു സർവീസിൽ വന്നിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു റൈറ്റ് എ ക്ലാസ്. സോ ക്രിയേറ്റ് എ ക്ലാസ് ഹിയർ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടു ഡു സർവീസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? യു നീഡ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ബോക്സ്. സോ ബോക്സ്, then
give a name to that box, to do box. And what is the type of the box? And the box type is actually to do. See, നമ്മുടെ മോഡൽ എന്താണോ ആ ടൈപ്പിലുള്ള ബോക്സ് ആണ് വേണ്ടത്. Then put a semicolon here. You need to import classes here, and that is from your Hive Flutter. Then to do is coming from your model, and that is from your to do model. Okay, now you have box here. Now let's create a future method to open box. Future void, that method is called open box. Actually ഈ മെത്തേഡിനാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കോൾ ചെയ്ത് ഓപ്പൺ ബോക്സ്. അസിങ്ക് ആണ്, അസിങ്ക്. ദെൻ അണ്ടർസ്കോർ to do box equal to await. You can call hive dot open box, and the box name is actually, you can give a box name to do's. Okay, and the box type, you have to mention the type, and this is to do. Okay, I think you got the point. And ആദ്യം നമ്മളൊരു ബോക്സ് ഓപ്പൺ ചെയ്തു, ആ ബോക്സിന്റെ ടൈപ്പ് എന്താന്ന് പറഞ്ഞു. Okay, and ഈ മെത്തേഡിനെയാണ് നമ്മൾ എവിടെ കോൾ ചെയ്തേക്കുന്നത്, ഇവിടെ കോൾ ചെയ്തത്. You can uncomment this thing, then you can import your to do service class here. Now you got your open box method. Okay, then come back to your to do service. Now you have to write a class box method here. So let me write a future void, and this is actually class your box. Okay, and that is also an asynchronous method. Then we are going to await that box, to do box dot class. Okay, then now we have to write method for add to do, add to do. Okay, now let's create that future void add to do. Okay, add to do is actually accepting a parameter of type to do. So let's define a to do parameter here. Then this is also an asynchronous method. Okay, now you have to check whether this box is null, right? Like this underscore to do box. If that box doesn't exist or box is null, then you have to call open box. Then actually this is await. Okay, then otherwise await underscore to do box dot add. Okay, then what you need to add to do. Actually നമുക്ക് അവിടുന്ന് പാസ് ചെയ്ത ആ ഒരു സിംഗിൾ ടു ഡു ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് നമ്മളുടെ ബോക്സിലേക്ക് ആഡ് ചെയ്യേണ്ടത്. And that's what we wrote here. Okay, then this is over, and you need to get all to do's. നമുക്ക് all the to do's നമുക്ക് കിട്ടേണ്ടി വരും. അപ്പോൾ get all to do's ടൈപ്പ് വോയിഡ് ആയിരിക്കില്ല, ഇറ്റ് ഈസ് ആക്ച്വലി എ ലിസ്റ്റ് ആയിരിക്കും. ലിസ്റ്റ് ഓഫ് എന്തായിരിക്കും, കുറേ to do's ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നു. And you are going to write get to do's. Okay, and all these are async methods. Then എന്ത് ചെയ്യണം, ഗെറ്റ് ടു ഡു ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോക്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ടു ഡു ബോക്സ് ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു അവൈറ്റ് ഓപ്പൺ ഈക്വൽ ടു നൾ ആണെങ്കിൽ വി നീഡ് ടു അവൈറ്റ് ഓപ്പൺ ബോക്സ്. ഓക്കെ, ദെൻ അതർവൈസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വി ഹാവ് ടു റിട്ടേൺ അണ്ടർസ്കോർ ടു ഡു ബോക്സ് ഡോട്ട് വാല്യൂസ് ഡോട്ട് ടു ലിസ്റ്റ്. ഓക്കെ, അതിലുള്ള ടു ഡൂസ് എടുത്തിട്ട് അതിനെ നമ്മളൊരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ആക്ച്വലി ദിസ് ബോക്സ് കണ്ടെയ്ൻസ് ടു ഡൂസ് ഓഫ് ടൈപ്പ് ദിസ് തിങ്. ടു ഡു മോഡൽ പ്രകാരമുള്ള കുറേ ടു ഡൂസ് ആയിരിക്കും നമ്മുടെ ബോക്സിനകത്ത് ഉണ്ടാവുക. അതെടുത്തിട്ട് അതിനൊരു ലിസ്റ്റാക്കി മാറ്റി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റിട്ടേൺ ചെയ്യിക്കാം. ഓക്കെ, ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് വേണം. സോ കം ഹിയർ ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് അനദർ ഫ്യൂച്ചർ ആൻഡ് void
update to do. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഏത് ഇൻഡെക്സ് ആണ് വേണം, ഏത് ഇൻഡെക്സിലെ ടു ഡു ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ആ ടു ഡുയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ യു നീഡ് ടു പാസ് ദാറ്റ് ഒബ്ജക്റ്റ് ഓൾസോ. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അസിങ്ക് എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക? നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? അണ്ടർസ്കോർ ടു ഡു ബോക്സ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഓപ്പൺ ബോക്സ് ആൻഡ് ദിസ് തിങ് ഈസ് await. ദെൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവൈറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? അണ്ടർസ്കോർ ടു ഡു ബോക്സ് ഡോട്ട് പുട്ട്. ഓക്കെ, ആൻഡ് മറ്റേത് ആഡ് ആണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ പുട്ട് അറ്റ് ഉണ്ട്, ഏത് ഇൻഡെക്സിലാണ്? പുട്ട് അറ്റ്. ആൻഡ് ഇൻഡെക്സ് പാസ് ചെയ്തു. ദെൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു ഡു ആയിരിക്കും. ഇൻഡെക്സ് നമുക്ക് പാസ് ചെയ്ത് വന്ന വാല്യൂ ആണ്. ആൻഡ് ടു ഡു മോഡൽ പ്രകാരം ഒരു ടു ഡു നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, അതായിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? പാസ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഇസ് നള്ളബിൾ ആൻഡ് യു ഹാവ് ടു പുട്ട് ആൻ എക്സ്ക്ലമേറ്ററി മാർക്ക് ഹിയർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ലാസ്റ്റ് മെത്തേഡ് ഡിലീറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ void delete to do. ഓക്കെ, ഡിലീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിലീറ്റ് എന്ത് പാസ് ചെയ്യേണ്ടി വരും? ഏത് ഇൻഡെക്സിലെ വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് മീ കോപ്പി ദിസ് തിങ്. ഓക്കെ, നൗ യു ഹാവ് ടു await for that deleting. Await, and this is async, and I forgot to add the async keyword here. Await, then await underscore to do box dot delete ഉണ്ട്, delete at ഉണ്ട്. സോ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത്. സോ ഐ എം ഗോയിങ് ടു കോൾ delete at. ഓക്കെ, സോ വി ജസ്റ്റ് റോട്ട് every methods for manipulating that to do. ഓക്കെ, നൗ ഇനി നമ്മൾ ഹോം പേജിൽ വരിക. ഇത് നിങ്ങൾക്ക് സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈ ബോക്സിനെ വിളിക്കുക ടു ഡു ബോക്സ് ഡോട്ട്. യു ഹാവ് all that method. To do box dot add is the add all is the add എന്ന് പറഞ്ഞാൽ സിംഗിൾ മോഡൽ പ്രകാരമുള്ള ഡാറ്റ ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു ഐട്രബിൾ തന്നെ ആഡ് ചെയ്യാം ആഡ് ഓൾ കൊടുത്തിട്ട്. യു ഹാവ് ഡിലീറ്റ് ആൻഡ് ഡിലീറ്റ് അറ്റ് ഒക്കെ ഉണ്ട്. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഓൾ ദീസ് ആർ മെത്തേഡ്സ് ആൻഡ് ഒബ്വിയസ്ലി യു ഹാവ് ക്ലിയർ മെത്തേഡ് ഫോർ ക്ലിയറിങ് എവറിത്തിങ്. മൊത്തം ആ DB ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ഡാറ്റയും പോകും. അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ സർവീസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എവിടെ വരണം? നമ്മളുടെ സ്ക്രീൻസിൽ വന്നിട്ട് ഇതാണ് നമ്മളുടെ ഹോം പേജ്. ഇവിടെ നമുക്ക് കാണുന്നത് എന്തായിരിക്കും? നമ്മളിപ്പോൾ മാനുവലി ഹാർഡ് കോഡ് ചെയ്ത് വെച്ച ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്തായിരിക്കും? നമ്മളുടെ DBയിലുള്ള ഡാറ്റയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ഓൾ ടാസ്ക് എന്ന് ആഡ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പ് ബാറിൽ എന്ത് വരണം? ആപ്പ് ബാറിൽ ഓൾ ടാസ്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമുക്കിവിടെ ചെയ്യേണ്ടത് നമ്മളുടെ DBക്കകത്ത് പോയിട്ട് എന്ത് ചെയ്യണം? ഈ ഡാറ്റ ഫെച്ച് ചെയ്ത് വരണം. സോ അപ്പോൾ DBയിൽ നിന്ന് നമ്മൾ ഏത് മെത്തേഡിനെ ആയിരിക്കും കോൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കോൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മെത്തേഡാണ് കോൾ ചെയ്യേണ്ടത്. ഈ മെത്തേഡിനെ കോൾ ചെയ്താൽ എന്ത് കിട്ടും? തിരിച്ച് നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ടു ഡു നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മെത്തേഡിനെ, ഈ ക്ലാസ്സിലെ ഈ മെത്തേഡിനെ നമ്മുടെ ഈ പേജിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് ക്ലാസ്. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫൈനൽ ടു ഡു സർവീസ് അണ്ടർസ്കോർ ടു ഡു സർവീസ് ഈക്വൽ ടു ടു ഡു സർവീസ്. ഈ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി. ദെൻ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്ന സാധനം ലിസ്റ്റ് ഓഫ് ടു ഡൂസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ലിസ്റ്റ് ടു ഡു എന്ന് പറയുന്നത് അണ്ടർസ്കോർ ടു ഡൂസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, എംപ്റ്റി ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ടു ഡു ഇവിടെ എന്ത് ചെയ്യണം? നമ്മളുടെ ക്ലാസ്സിനെ ഇവിടെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്തായിരിക്കും? നമുക്ക് ഈ ടു ഡു ലോഡ് ചെയ്യാനുള്ള മെത്തേഡ് എഴുതാം. ഫോർ ലോഡിങ് ഓൾ ടു ഡൂസ്. ദാറ്റ് മീൻസ് ഫെച്ചിങ് ഡാറ്റ ഫ്രം ഹൈവ് ആണ്. ഹൈവ് നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ എഴുതി. ഫ്യൂച്ചർ ആൻഡ് future void I'm going to write a method load to do's. Okay, and this is an asynchronous method. Then ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്കോർ ടു ഡൂസിലേക്ക് ആരെ കോൾ ചെയ്യണം?
വി ഹാവ് ടു അവൈറ്റ് _to_do_service. ആ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെ കോൾ ചെയ്തിട്ട് അതിൽ ഗെറ്റ് ടു ഡൂസിനെ കോൾ ചെയ്യണം. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ട്രിഗർ ചെയ്യുന്നത്? ഈ മെത്തേഡായിരിക്കും ട്രിഗർ ചെയ്യുന്നത്. ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിലുള്ള വാല്യൂ എല്ലായിടത്തും ലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ തിരിച്ചു തരും. ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ വാല്യൂ എന്ത് ചെയ്ത് സ്റ്റോർ ചെയ്തത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇനി നമ്മളിത് എവിടെ കോൾ ചെയ്യും? ഈ മെത്തേഡിന് നമ്മൾ എവിടെയായിരിക്കും കോൾ ചെയ്യുന്നത്? ഇത് ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മളുടെ ഈ UI ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? UI അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ് ഹിയർ. ഐ ജസ്റ്റ് കോൾ ദ സെറ്റ് സ്റ്റേറ്റ്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു കോൾ ആൻ init state here. init state, അതായത് ഈ പേജ് ലോഡായി വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി ആർ ഗോയിങ് ടു കോൾ ദാറ്റ് _load to do's. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും? നമുക്ക് വേണ്ടത് ഈ ലോഡ് ടു ഡൂസ് എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടു ഡു ലിസ്റ്റ് പോപ്പുലേറ്റ് ചെയ്യും. ഇതിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും തവണ ആര് റൺ ചെയ്യണം? നമ്മളുടെ ലിസ്റ്റ് വ്യൂ ബിൽഡർ എന്ത് ചെയ്യണം? റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മാനുവലി ഇവിടെ കൊടുത്ത് ഇതെന്ത് ചെയ്യാണ്? മാറ്റിയിട്ട് _to_do's.length എന്ന് എഴുതാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, _to_do's.length ഞാൻ കോൾ ചെയ്തു. ആൻഡ് വാട്ട് ഈസ് എറർ ഹിയർ? ആൻഡ് എറർ എന്ന് പറയുന്നത് ആൻഡ് ലെങ്ത് is unconditionally invoked. And let's check what is the type. Actually I don't need this. Okay, let's remove that. Okay, then ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും? ഐറ്റം കൗണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ടു ഡൂസിൻ്റെ ലെങ്ത് ആണ്. ഇനി എവറി ടൈം റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഫൈനൽ ഒരു സിംഗിൾ ടു ഡു കിട്ടണം. ടു ഡു ഈക്വൽ ടു നമ്മളുടെ _to_do's അതെടുത്തിട്ട് അതിൽ പെർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള വാല്യൂ എടുത്ത് എന്ത് ചെയ്തു? ടു ഡു എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? $to_do ഡോട്ട് എന്തായിരിക്കും? ടൈറ്റിൽ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് $to_do ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ ഇപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് ടു ഡൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും? നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ഈ ആഡ് ബട്ടണിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു റൈറ്റ് ദ ലോജിക് ടു ആഡ് ഓൾ ദ ടു ഡൂസ്. ആഡ് എ ന്യൂ ടു ഡു. ഒരു പുതിയ ടു ഡു ആഡ് ചെയ്യാനുള്ള ലോജിക് എവിടെ എഴുതണം? നമ്മൾ ഈ ബട്ടൺ എഴുതണം. അപ്പോൾ നമ്മൾ ആ ബട്ടണിൽ വരിക. ഇതാണ് ആ ബട്ടൺ. ഇവിടെ ഇതാണ് ഡയലോഗ്. അതിൽ ആഡ് ബട്ടണിനകത്ത് വരിക. ആഡ് ബട്ടൺ. ഈ ഓൺ പ്രസ് ഞാൻ എന്ത് ചെയ്യാണ്? അസിൻക്രോണസ് ആക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ടു ഡു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ഫൈനൽ ന്യൂ ടു ഡു ഈക്വൽ ടു ഡു. അപ്പോൾ നമുക്ക് ഈ ഫീൽഡൊക്കെ നമ്മൾ റിക്വയർഡ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. സോ ടൈറ്റിൽ എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും വരിക? _ടൈറ്റിൽ കൺട്രോളറിൽ നിന്നാണ് എന്ത് ടൈറ്റിൽ വരുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ കൺട്രോളറിൽ നിന്നുമാണ് വരുന്നത്. സോ യു ക്യാൻ ഹാവ് സോറി ആൻഡ് ഇവിടെ വന്നിട്ട് _ഡിസ്ക്രിപ്ഷൻ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് കൊടുത്തു. ആൻഡ് ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് എന്താണ്? ഡേറ്റ് ടൈം ആണ്. സോ യു ക്യാൻ പാസ് ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ട കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ബൂൾ ടൈപ്പ് ആണ്. സോ ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ് എ ഫാൾസ്. ഓക്കെ, നൗ യുവർ മോഡൽ ന്യൂ ടു ഡു നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്തു. പുട്ട് എ സെമിക്കോളൻ ഹിയർ. ആഫ്റ്റർ ദിസ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു കോൾ യുവർ സർവീസ് ക്ലാസ്. സോ നമ്മുടെ സർവീസ് ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ടു ഡു സർവീസ് ആണ്. ഡോട്ട് ഇനി എന്ത് ചെയ്യണം? അതിലുള്ള ആഡ് ടു ഡുനെ കോൾ ചെയ്തിട്ട് വി ഹാവ് ടു പാസ് ദിസ് ന്യൂ ടു ഡു പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പം എന്ത് സംഭവിക്കും? ഏത് മെത്തേഡായിരിക്കും ട്രിഗർ ചെയ്യുക? ഈ മെത്തേഡ് ട്രിഗർ ചെയ്യും. ഇത് അപ്പോൾ ഇവിടെ വന്നു ടു ഡു വന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മളുടെ ഹൈവിലേക്ക് എന്ത് ചെയ്യും? ആഡ് ആവും. ഓക്കെ, ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് ദാറ്റ് കൺട്രോളേഴ്സ് _ടൈറ്റിൽ കൺട്രോളർ ഡോട്ട് യു ക്യാൻ ക്ലിയർ ദ കൺട്രോളർ. then _description controller dot clear. Okay, then after that you can pop your context. navigator dot pop context. and you have to do one more thing. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ ചെയ്യേണ്ടി വരിക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിൽഡ് മെത്തേഡ് ഇനിറ്റ് സ്റ്റേറ്റിലാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ലോഡ് മെത്തേഡ് എന്ത് ചെയ്യണം? ലോഡ് ടു ഡൂസ് ഒന്നുകൂടി ട്രിഗർ ചെയ്തു. ഓക്കെ,
ആൻഡ് ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ്. ആൻഡ് ബിക്കോസ് നമ്മൾ ഹൈവ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്ത് റൺ ചെയ്തതിന് ശേഷമാണ് ഐ എം ഗോയിങ് ടു റൺ ഇറ്റ് അഗെയിൻ. ഒന്നുകൂടി റൺ ചെയ്തു. അപ്പോൾ നമ്മളുടെ ആപ്പ് ഒന്നുകൂടി റണ്ണായി വരും. ദെൻ നമ്മുടെ ഹൈവും ഇത് അതായത് നമ്മുടെ മെയിൻ ഡാട്ടിലുള്ള ഹൈവ് ഇനീഷ്യലൈസ് ചെയ്യും, അഡാപ്റ്റർ രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറയും. ഓക്കെ, ദെൻ ആ ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് have an eye on your debug console, what is happening here. There is no to do right now, there is no to do, and I'm going to add a new to do. Let's add something called task 1. Then I'm going to add task 1 description. Okay, then click here, click the add button. Now you can see a to do here. Okay, ഇവിടെ നമുക്കൊരു to do വന്നു. ഇത് നമ്മൾ എവിടെ നിന്ന് വന്നാണ്? ഹൈവിലേക്ക് സ്റ്റോർ ചെയ്ത വാല്യൂ ആണ്. ലെറ്റ് മീ റീബൂട്ട് ദിസ് ആപ്പ്. ഞാൻ റീബൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോക്സ് അഗെയിൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട്? ഓൾറെഡി അവിടെ ഒരു ടു ഡു ഉണ്ടായിരിക്കും. ആ ടു ഡു എന്ത് ചെയ്യും? അവിടെ കാണിച്ചു തരും. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ആഡ് വൺ മോർ ടു ഡു ആൻഡ് ക്ലിക്ക് ഹിയർ. ആൻഡ് ഇവിടെ എന്ത് ചെയ്യാണ്? ടാസ്ക് 2 എന്ന് ആഡ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ടാസ്ക് 2 ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ ആഡ്. നൗ യു ഹാവ് യുവർ ടാസ്ക് 2. ലെറ്റ് മീ റീബൂട്ട്. ഓക്കെ, റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അഗെയിൻ എന്ത് ചെയ്യും? ഇവിടെ ആ ടു ഡു ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് മീൻ യു ആക്ച്വലി സ്റ്റോർ യുവർ ഡാറ്റ ഇൻ യുവർ ഹൈവ് ഡി ബി. ഹൈവ് ഡി ബിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റ സ്റ്റോർ ചെയ്തു. ആൻഡ് വൈ ദിസ് ചെക്ക് ബോക്സ് ഈസ് ഓൾറെഡി ചെക്ക്ഡ്? ഇത് ഓൾറെഡി ചെക്ക് ആവാനുള്ള കാരണം എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എഴുതി വെച്ചപ്പോൾ അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ വാല്യൂ വരേണ്ടതെന്ന് തിങ്ക് ചെയ്യുക. നമുക്ക് ഇവിടെ എന്തായിരിക്കും വേണ്ടി വരിക? ടു ഡു ഹോം പേജിൽ ഈ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ആളെ നോക്കുക. ചെക്ക് ബോക്സ് ഇവിടെ ഞാൻ ഡയറക്റ്റ് ട്രൂ എന്ന് കൊടുത്തേക്കാണ്. ഇത് ഞാൻ ഫാൾസ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആ ടിക്ക് ഉണ്ടായിരിക്കില്ല, ആ ടിക്ക് പോയി. പക്ഷെ സംഭവം ഇത് എന്തിനെ ബേസ് ചെയ്ത് വരണം? നമ്മളുടെ ടു ഡൂസിനകത്തുള്ള കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് എന്താണോ അതനുസരിച്ച് വരണം. അപ്പോൾ നമ്മൾ ടു ഡു ഡോട്ട് കംപ്ലീറ്റഡ് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് നൗ എന്തില്ല, അവിടെ ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓൺ ചേഞ്ചിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും? ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണം. നമ്മളുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ടു ഡൂനെ നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അപ്ഡേറ്റ് വെച്ചാൽ ദാറ്റ് മീൻസ് നമ്മൾ കംപ്ലീറ്റഡ് എന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ മെത്തേഡ് ഏതാണെന്ന് നോക്കുക. നമ്മളെ മെത്തേഡ് ഏതാണ്? ഇതാണ് എന്ത്? നമ്മളുടെ മെത്തേഡ് ഈ മെത്തേഡാണോ? ഈ മെത്തേഡല്ലേ കോൾ ചെയ്യേണ്ടത്? ഇൻഡെക്സും പാസ് ചെയ്യണം, ടു ഡൂവും പാസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു കോൾ ദാറ്റ് സർവീസ് ക്ലാസ്. ടു ഡു സർവീസിനെ കോൾ ചെയ്തു. ഡോട്ട് അതിൽ എന്ത് ചെയ്യാണ്? അപ്ഡേറ്റ് ടു ഡു എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്തു. ഇൻഡെക്സ് ഈ കറണ്ട് ഇൻഡെക്സ് തന്നെയാണ്. ടു ഡു എന്ന് പറയുന്നത് ഈ ടു ഡു തന്നെയാണ്. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സെമിക്കോൺ ഇട്ടു. ആൻഡ് ഇത് എന്ത് ചെയ്യണം? ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യു നീഡ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ് അഗെയിൻ. ഓക്കെ, സെറ്റ് സ്റ്റേറ്റിനെ ഒന്നുകൂടി എന്ത് ചെയ്തു? കോൾ ചെയ്തു. ആൻഡ് ഇനി ഇതിലെ വാല്യൂ എന്താക്കി മാറ്റണം? ഇതിലെ വാല്യൂ എന്ന് പറയുന്നത് അണ്ടർസ്കോർ അല്ല, അതിലെ വാല്യൂ എന്ന് പറയുന്നത് ടു ഡു ഡോട്ട് കംപ്ലീറ്റഡ് ഈക്വൽ ടു വാല്യൂ എന്നാക്കി മാറ്റി. ദാറ്റ് മീൻസ് നമുക്ക് ഈ വാല്യൂ ആണല്ലോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്തു. നമ്മൾ ക്ലിക്ക് ചെയ്ത വാല്യൂ, അതായത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ചെക്ക്ഡ് എന്നുള്ള ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ് ഇതിലുണ്ടാവുക. അതെടുത്തിട്ട് എന്ത് ചെയ്യും? ഈ ടു ഡൂവിൻ്റെ കംപ്ലീറ്റഡിനെ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ലെറ്റ്സ് റൺ ദിസ് ആൻഡ് റീബൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ആൻഡ് ഇതെന്തായി മാറി? അപ്ഡേറ്റഡ് ആയി മാറി. ആൻഡ് ഐ എം ഗോയിങ് ടു റീബൂട്ട് ദിസ് അഗെയിൻ. ഒന്നുകൂടി റീബൂട്ട് ചെയ്യാം. നോ സ്റ്റിൽ ആ വാല്യൂ ഉണ്ടോ? ഇവിടെ ചെക്ക് ഇട്ടിട്ടായിരിക്കും വരുന്നത്. ഇതിന് ചെക്കില്ല. അതിന് ചെക്കുള്ള കാരണം എന്തായിരിക്കും? നമ്മളുടെ ഡി ബിയിലെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് വന്നത്? ഇവിടെ ഓൾറെഡി ബൈ ഡീഫോൾട്ട് ഇവിടെ എന്തില്ല. ഞാൻ ഈ ചെക്ക് റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇത് എന്ത് ചെയ്തു? അപ്ഡേറ്റഡ് ആയി. സേവ് ചെയ്തു. ഒന്നുകൂടി റീബൂട്ട് ചെയ്തു. അവിടെ ടിക്കില്ല. ലെറ്റ് മീ ടിക്ക് ദിസ്. ഓക്കെ, ഞാൻ ഇത് ടിക്ക് ചെയ്തു. അപ്പോൾ ഇത് അപ്ഡേറ്റഡ് ആയി. ദെൻ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് സംഭവിക്കും. ആൻഡ് ഇഫ് യു വാണ്ട് ടു പ്രിന്റ് സംതിങ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു റൈറ്റ് എ പ്രിന്റ് ഹിയർ. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു പ്രിന്റ് സംതിങ് ലൈക്സ് അപ്ഡേറ്റഡ് എന്ന് എഴുതുക. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്?
അഗെയിൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. നൗ യു ഗോട്ട് അപ്ഡേറ്റഡ് ആൻഡ് ബോത്ത് ദ ടു ഡൂസ് ആർ കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ ഒന്നുകൂടി എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് അപ്ഡേറ്റ്. ഇനി ഓൺ ടാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓൺ ടാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? ഇതിൻ്റെ ഓൺ ടാപ്പ്, അതായത് ഈ ലിസ്റ്റ് ടൈലിന് ഓൺ ടാപ്പ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഓൺ ടാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ് ബോക്സ് എന്ത് ചെയ്യണം? ഒന്നുകൂടി വരണം. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് എഡിറ്റ് ഡയലോഗ് വരണം. ഓക്കെ ഓക്കെ ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതി, ഷോ എഡിറ്റ് ഡയലോഗ് എന്നുള്ളത്. 2 പാരാമീറ്റർ ഉണ്ട്. ഒന്ന് ടു ഡു ടൈപ്പുള്ള ഒരു പാരാമീറ്റർ, വേറൊന്ന് ഏതാണ് ഇൻഡെക്സ് ഉള്ളത്. ഇനി നമ്മൾ ഇതിനെ എവിടെയാണ് കോൾ ചെയ്യേണ്ടത്? ഇതിനെ കോൾ ചെയ്യേണ്ടത് ആക്ച്വലി എവിടെയായിരിക്കും? ഈ ഓൺ ടാപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ കോൾ ചെയ്യണം. ഇതിനെ കോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അണ്ടർസ്കോർ യോ ഷോ എഡിറ്റ് ഡയലോഗിനെ കോൾ ചെയ്യുക. യു നീഡ് ടു പാസ് ദീസ് 2 പാരാമീറ്റേഴ്സ്. ആക്ച്വലി നമുക്കൊരു ടു ഡു പാസ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്ന ടു ഡു ഏതാണോ അത് പാസ് ചെയ്യണം. ഏത് ടു ഡുവിലാണോ തൊടുന്നത് ആ ടു ഡു ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പാസ് ചെയ്യേണ്ടത്. ഇൻഡെക്സ് ഏത് ഇൻഡെക്സിലെ ടു ഡു ആണോ തൊട്ടത് അത്. ഓക്കെ, ലെറ്റ് മീ സേവ് ദിസ് ആൻഡ് ക്ലിക്ക് ഹിയർ. നൗ യു ഗോട്ട് എഡിറ്റ് ഡയലോഗ് ബോക്സ് ആൻഡ് ഈ ഓൾറെഡി ദ ഡാറ്റ ഫില്ല് ചെയ്ത് വരാനുള്ള കാരണം ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ടൈറ്റിൽ കൺട്രോൾ എന്ന് പറയുന്നത് ആ പാസ് ചെയ്ത് വന്ന ടു ഡുവിലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ പാസ് ചെയ്ത് വന്ന ടു ഡുവിലെ ഡിസ്ക്രിപ്ഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്ത് വന്നത്. ലെറ്റ് മീ ക്ലിക്ക് ദ സെക്കൻഡ് വൺ. നൗ യു ഹാവ് ടാസ്ക് 2. ഓക്കെ, ലെറ്റ് മീ ആഡ് അനദർ വൺ. ആൻഡ് ഇവിടുത്തെ വരാനുള്ള കാരണം ഓൾറെഡി ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ടാസ്ക് 3. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ടാസ്ക് 3. ഓക്കെ, add this. Now you have task and click here. Now you have that task, and if you click here your task 2. Okay, now you have to update, and this button is actually not edit, this is update. So I'm going to change this button as update. Okay, now ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്തായിരിക്കും എഴുതേണ്ടി വരിക? നമുക്ക് ഇതിനകത്തുള്ള 2 കാര്യങ്ങളാണ് ചേഞ്ച് ആവുന്നത്. അതിലൊന്ന്, ഈ പാസ് ചെയ്ത് വന്ന ടുഡുവിൻ്റെ ടു ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മളുടെ ടൈറ്റിൽ കൺട്രോളറിൽ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ആവാം. ദെൻ വെദർ യു എഡിറ്റഡ് ഓർ നോട്ട്, നമ്മളൊന്നും എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ആസ് ഇറ്റ് ഈസ് വന്ന പോലെ തന്നെ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ ഡാറ്റ ഇതിലേക്ക് എന്ത് ചെയ്യണം? സേവ് ആവണം ഈ ടു ഡുവിലേക്ക്. ദെൻ ദാറ്റ് ഷുഡ് ബി അണ്ടർസ്കോർ ഡിസ്ക്രിപ്ഷൻ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് ആക്ച്വലി നമ്മളുടെ മോഡൽ ടു ഡുവിൽ എന്തുണ്ട്? ക്രിയേറ്റഡ് അറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടു ഡു ഡോട്ട് ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ടൈമും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ത് ചെയ്യുക? ഇവിടെ കോൾ ചെയ്യുക. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണോ അത് ആക്ച്വലി അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ടു ഡു ഡോട്ട് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ടു ഡു ഡോട്ട് കംപ്ലീറ്റഡ് ഈക്വൽ ടു ട്രൂ എന്നാക്കി മാറ്റണം. ഓക്കെ, ഓർ യു ക്യാൻ ഹാവ് എൽസ് നമുക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് ട്രൂ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, ആൻഡ് ഇനി നോക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ടു ഡു സർവീസ് ക്ലാസ്സിനെ കോൾ ചെയ്യണം. ടു ഡു സർവീസ് ഡോട്ട് കോൾ ദ അപ്ഡേറ്റ് ടു ഡു. Then you need to pass the index that is a to do, and this is a to do. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇത്. ആൻഡ് ആഫ്റ്റർ ദിസ് നമുക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു ക്ലിയർ ഓൾ ദ കൺട്രോളേഴ്സ്. ടൈറ്റിൽ കൺട്രോളർ യു ക്യാൻ കോപ്പി ദാറ്റ് ഫ്രം ഹിയർ. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് എന്ത് ചെയ്യാം? യു ക്യാൻ കോപ്പി ദിസ് തിങ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആൻഡ് ലെറ്റ് മീ കോപ്പി ഓൾ ദീസ് തിങ്സ് ആൻഡ് കം ഡൗൺ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മളിവിടെ ആൻഡ് ദിസ് ഈസ് an asynchronous thing, so add the await here. Then I'm going to paste it again here and save this. Okay, now ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ ഈ ടാസ്ക് 1 എഡിറ്റ് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു ആൻഡ് ദിസ് ഈസ് ടാസ്ക് 1 എഡിറ്റഡ് എന്നതിൻ്റെ ടൈറ്റിൽ ഞാൻ മാറ്റി. അപ്ഡേറ്റ്. നൗ യു ക്യാൻ സീ ടാസ്ക് 1 എഡിറ്റഡ് ആൻഡ് ഓൾ അതർ തിങ്സ് ആർ സെയിം. ആൻഡ് ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാം. ആൻഡ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ കംപ്ലീറ്റഡ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ, നേരെ തിരിച്ചല്ല ചെയ്യേണ്ടത്. കംപ്ലീറ്റഡ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? പുതിയ കാര്യം വന്നു. അപ്പോൾ അത് എന്ത് ചെയ്യരുത്?
you need to change that. Save this. Now edit this thing and update. Now you can see that tick is also disappeared. Okay, and you need to add one more item. You need to call one more function, that is delete. Okay, let's do that. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതിനകത്ത് ഇത് ഡിലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റഡ് ആണെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിത് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ DBയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് നമ്മളുടെ ചെക്ക് ബോക്സ് ആഡ് ചെയ്ത സ്ഥലത്ത് വരും. എനിക്കൊരു ഡിലീറ്റ് ബട്ടണും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ ചെക്ക് ബോക്സിനെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാനൊരു കണ്ടെയ്നറിനുള്ളിലാക്കി. ഓക്കെ, ആ കണ്ടെയ്നറിന് ഞാനൊരു വിഡ്ത്ത് കൊടുത്തു. വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 85 വിഡ്ത്ത് കൊടുത്തു. ദെൻ ലെറ്റ് മീ റാപ്പ് ദിസ് വിത്ത് എ റോ. ഒരു റോ വെച്ച് റാപ്പ് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് ഒത്തിരി ഇങ്ങോട്ട് നീങ്ങി കാണാം. ഇനി നമുക്ക് എന്ത് വേണം, ഐ നീഡ് എ ഡിലീറ്റ് ബട്ടൺ ഹിയർ. സോ ഐ എം ഗോയിങ് ടു ആഡ് ആൻ ഐക്കൺ ബട്ടൺ ഹിയർ, ഐക്കൺ ബട്ടൺ. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഐക്കൺ ആഡ് ചെയ്യാണ്. icons dot delete എന്ന് ആഡ് ചെയ്തു. ഓക്കെ, ആൻഡ് ലെറ്റ് മീ സ്പെൽ ഇറ്റ് കറക്റ്റ്ലി, delete. ഓക്കെ, ആൻഡ് ദ കളർ ഷുഡ് ബി റെഡ്. Okay, then now you have a delete icon here. You have some render flux error here, and you can get rid of that by increasing a bit size here. And let me give it a size of 90, and I need more size, so 100. Okay, now you have a delete icon there. Okay, close all these warnings. And when you click the delete icon, you need to trigger your service class logic for deleting. So I'm going to make this an async. Then let me call your service class to do service dot your delete to do. You need to pass the index, that is okay, and this is a future, so that you have to call the await. And after this you need to call your load to do's again. Okay, and save this. When I click here, and that is deleted and your UI is updated. And I'm going to delete this also, and that is deleted and deleted. Now there is no task. Okay, and I'm going to add a new task here, task 1, and come here, task 1 description, then add. Now you have a task, and if you click here, that is updated. And if I click here, and you can edit, and I'm going to task 1 title, and this is task 1 description, edited. Okay, update. Now your task is updated and your status is changed to not completed, and you can change the status again, everything you can do. Okay, and I think you got the point. And let me beautify this thing a little bit more, and you can have a list tile. You can wrap this with a card. I'm going to wrap it with a card. Okay, now you have a card here. Okay, that is okay. Then you can pass an elevation for this, elevation 5.0. Now you have elevation, and if you want, you can add a leading icon, leading, and that should be a circle over there. Okay, circle over there, and the child should be a text widget, and I need the text as index +1. Save that. Now you have your index here. Okay, then if you add another task, and you got the number as 2. Okay, and I think this is okay. Then what about if you don't have any to-dos here, and how can you do that? I don't have any to do. I need to show a message, no task added in the middle. Okay, let's do that. ഓക്കെ, ആൻഡ് അപ്പോൾ അതെങ്ങനെ ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമ്മളുടെ ലിസ്റ്റ് വ്യൂ ബിൽഡർ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ലിസ്റ്റ് വ്യൂ ബിൽഡർ ഇപ്പോൾ ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് നമ്മളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ, അതായത് ഈ ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഇത് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഒരു ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും? നമ്മളുടെ ഈ ടു ഡൂസ് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ, ആൻഡ് ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ ഈ യു ഐ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ലെറ്റ്സ് ചെക്ക് സംതിങ് ഹിയർ, അണ്ടർസ്കോർ ടു ഡൂസ് ഡോട്ട് ഈസ് എംപ്റ്റി ആണെങ്കിൽ
എന്ത് ചെയ്യണം? ഐ നീഡ് ടു റിട്ടേൺ ചൈൽഡ് എന്തായിരിക്കണം? ഒരു സെൻറ്റർ വിഡ്ജറ്റ് ആയിരിക്കണം. അതിൻ്റെ ചൈൽഡ് ഒരു ടെക്സ്റ്റ് ആയിരിക്കണം. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഐ എം ഗോയിങ് ടു ഹാവ് നോ ടാസ്ക് ആഡഡ്. അതർവൈസ് എന്ത് ചെയ്യണം? അതർവൈസ് നമ്മളുടെ നോർമൽ UI റിട്ടേൺ ചെയ്യണം. ആൻഡ് സേവ് ദിസ്. Now you already have a to do. Let me delete this thing. Now you got no task added in the middle. That's very simple. So let's play with this. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണിക്കാം, അങ്ങനെയൊക്കെ കാണിക്കാം. ഇവിടെ ഒരു ടാസ്കും ഇല്ല, ഒരു ഡാറ്റ ഇല്ലാതെ ഇമേജ് കാണിക്കാം, അങ്ങനത്തെ കാര്യമൊക്കെ കാണിക്കാം. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് പുതിയ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് എടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കാർട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാർട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതേപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കി നോക്കണം, കോഡ് എഴുതി നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഹൈവ് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഓൺ മൈ ടെലഗ്രാം ചാനൽ. അതല്ലെങ്കിൽ you can contact me directly. Okay, and you will get the number from the community tab. Community tab posted അതിലുണ്ടാവും numbers. You can contact me. Okay, then let me add the last one. Okay, let me add it to task new. Okay, then new task added. Add. Now you have the task and you can update this, edit this, delete this. I think everything is clear to you, and especially the adapters and generating the adapter class. And I told you can write this class manually, but that may be bit hectic. Previously I wrote this class myself manually. ഞാൻ ചെയ്യായിരുന്നു. പക്ഷേ ഈ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, നമ്മൾ ആ ഒരു ഹെവി ലിഫ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഹെൽപ്പ് ചെയ്യുക. ദെൻ കമൻറ്റ്, ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒബ്വിയസ്ലി ഇഫ് യു ഫീൽ ദിസ് ഇസ് നോട്ട് ഗുഡ് യു ക്യാൻ ഡിസ്ലൈക്ക് ഇറ്റ്, ഡോണ്ട് വറി. ദെൻ ഷെയർ ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ലെറ്റ്സ് ഹാവ് സം ന്യൂ വിഡ്ജറ്റ്സ്. പുതിയ ഫ്ലട്ടറൊക്കെ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് പുതിയ വിഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് സൂപ്പർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഐ എം പ്ലാനിങ് എ വീഡിയോ അബൌട്ട് ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. ഐ വിൽ ട്രൈ ടു ക്രിയേറ്റ് ദാറ്റ്. ഓക്കെ, സോ സീ യു സൂൺ. ബൈ.